गौ हमारी माता है, जन्म जन्मांतर का नाता है। क्या मां और पुत्र के बीच में कुछ घोषित करने की आवश्यकता पड़ती है क्या? അതെ, ഒരു മകന് സ്വന്തം അമ്മനെ തിരിച്ചറിയാൻ നിങ്ങൾ അതിനെ ദേശീയ മൃഗമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു മകൻ എന്ന രീതിയിൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഞങ്ങളുടെ പശുമ്പനെ അമ്മയായിട്ട് കാണാനൊക്കെ പറ്റും. അതുകൊണ്ട് ദേശീയ മൃഗമാക്കാനുള്ള മുസ്ലിങ്ങളുടെ ചെപ്പടി വിദ്യകളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല. ഈ വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, 14 വയസ്സ് വരെ നമ്മുടെ അമ്മ ആയിട്ട് നിൽക്കട്ടെ. 14 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഒലത്തിക്കോ. അല്ല, നിങ്ങൾ ഒലത്തിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീഫ് ഒലത്തേ, അല്ലെങ്കിൽ ബീഫ് റോസ്റ്റോ, ബീഫ് കറിയോ, ബീഫ് ചുക്കയോ, അല്ലെങ്കിൽ ബീഫ് എന്ത് വേണം നിങ്ങൾ ഉണ്ടായിക്കോ. അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുവരെ ഞങ്ങൾക്ക് അമ്മ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുക്ക, അതായത് ബീഫ് ചുക്ക. ഇതാണ് പരിപാടി. എത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ. ഇതുപോലെ അങ്ങ് എടുത്താൽ ഈ ഒരു സ്പിരിറ്റിൽ എടുത്താൽ കാര്യങ്ങൾ തീർന്നില്ലേ? യോഗിജി ഒന്ന് പറഞ്ഞു തരില്ലേ നിങ്ങൾക്ക്? അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ? അല്ല പിന്നെ. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മളിത് അങ്ങനെ കിടക്കാൻ പോകട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് പശുമ്പ എങ്ങനെ അമ്മയായി, അല്ലെങ്കിൽ പശുമ്പ എങ്ങനെ 14 വയസ്സ് കഴിയുമ്പം ചുക്കയായി, അതല്ലെങ്കിൽ പശുമ്പനെ എന്തായിട്ടാണ് നമ്മുടെ യോഗി, അതുപോലെ തന്നെ നമ്മുടെ ബംഗാളിലെ പുതിയ സുവേന്ദു അധികാരി, അല്ലെങ്കിൽ അസാമിലെ ഹെമന്ത ബിശ്വാസ ഒക്കെ കരുതുന്നത് എന്നുള്ള ഒരു വലിയ കൂലങ്കുഷമായിട്ടുള്ള താത്വികമായിട്ടുള്ള ചർച്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ യോഗി ആദിത്യനാഥ് വന്നിട്ട് ഒരു പ്രസ്താവന പറഞ്ഞു. കാരണം ഇന്ത്യയിൽ ഒട്ടുക്കിപ്പം ഈ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ആവശ്യമില്ലാത്തൊരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് തല്ല് കൊള്ളാൻ വയ്യ, അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ അമ്മനോട് വെക്കും, അതായത് പശുമ്പനോട് വെക്കും. വിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അടിച്ച് കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ പശുമ്പനെ നിങ്ങളെ സ്വന്തം മൃഗ അമ്മയായിട്ടോ അല്ലെങ്കിൽ ദേശീയ മൃഗമായിട്ടോ എന്തെങ്കിലും കാണിച്ച് ഞങ്ങൾ ഇനി വാങ്ങിക്കുന്നില്ല എന്നുള്ള വലിയൊരു മൂവ്മെൻ്റ്, ഒരു നീക്കം ഈ മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് വലിയ ബേജാറിലാണ് ഇപ്പം ഈ പറഞ്ഞ യുപിയിലെ മുഖ്യമന്ത്രിയും, അതുപോലെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രിയും, അതുപോലെ ആസാമിലെ മുഖ്യമന്ത്രിയൊക്കെ. കാരണം ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്, ബീഫിലെ പശുമ്പനെ കയറ്റുമതി ചെയ്യുന്നത് പുറത്തോട്ട് അറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് വലിയൊരു തളർച്ച വരും. വലിയ രീതിയിൽ ഈ മുസ്ലിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ 14 വയസ്സ് കഴിഞ്ഞ പശുമ്പ അല്ല അമ്മ 14 വയസ്സ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചത്തൊടുങ്ങി ആകെ പാൽക്കൊലത്ത് പരിപാടിയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ഒരു മാസം 2 മാസമായിട്ട് ഈ മുസ്ലിങ്ങൾ ഇത് മര്യാദയ്ക്ക് വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അമ്മ ഇങ്ങനെ പട്ടി കിടന്ന് ചാവുകയാണ്. അമ്മ അവിടെ കിടന്ന് പട്ടി കിടന്ന് ചാവുന്നു, ഇവിടെ എന്തെങ്കിലും രോഗം പിടിച്ച് ചാവുന്നു, മൊത്തം അലമ്പായിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് ഇന്ന് വന്നിട്ടൊരു പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവനയാണ് ഈ പ്രസ്താവന. गाय को राष्ट्रीय पशु घोषित करो। अबे हमने कहा कि गौ हमारी माता है, जन्म जन्मांतर का नाता है। क्या मां और पुत्र के बीच में कुछ घोषित करने की आवश्यकता पड़ती है क्या? അതായത് പശുമ്പ ഞങ്ങളുടെ അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ മക്കൾക്ക് അമ്മനെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പശുമ്പക്ക് മക്കളാന്ന് തിരിച്ചറിയാൻ പറ്റുമോ? എന്താവട്ടെ. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ പശുമ്പനെ അമ്മയായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതിനെ ദേശീയ മൃഗമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇമ്മാതിരി വർത്താനങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ മൗലവിയും അല്ലെങ്കിൽ മൊല്ലിയും ഇമ്മാതിരി വർത്താനം പറയാനൊന്നും വലിയ ആളാവാൻ നിൽക്കണ്ട എന്നാണ് നമ്മുടെ യോഗി ആദിത്യനാഥ് ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന മുസ്ലിം സമുദായത്തിൻ്റെ ആവശ്യത്തോടാണ് ഞാൻ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. പശു തങ്ങളുടെ അമ്മയാണെന്നും അമ്മയെ അമ്മയായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലെന്നും യോഗി ആദിത്യനാഥ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രസ്താവന സ്വന്തം പാർട്ടിയിലെ മറ്റ് നേതാക്കളെ ഏത് രീതിയിൽ എടുക്കുന്നു എന്ന് ഇപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. കാരണം നമ്മൾ 2025 വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പശുമ്പനെ അമ്മനെ വിറ്റ് അല്ലെങ്കിൽ അങ്ങ് എക്സ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അറുത്തിട്ടെ ഇങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ വിൽക്കുന്നത് പുറത്തോട്ടാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് UP തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പശു അല്ലെങ്കിൽ പറഞ്ഞ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് UP തന്നെയാണ്. ലോകത്തിലെ തന്നെ ഇന്ത്യ 2ാമത്തതല്ല, ഇപ്പോൾ 1ാമത്തിലോട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അറിയില്ല എന്താണെങ്കിലും 2ാമത്തെ സ്ഥാനം ഇന്ത്യക്ക് തന്നെയെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ കമ്പനികൾ ഈ പറഞ്ഞ UPയിൽ തന്നെ ഉള്ളപ്പം ഈ കമ്പനികൾ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്രോൾ ബോണ്ടായിട്ടും മറ്റ് പലതരത്തിലുള്ള ഫണ്ടുകൾ BJPക്ക് കൊടുക്കുന്നതുകൊണ്ടും ഇത്തരം കമ്പനികൾ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പശുമ്പ ദേശീയ മൃഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറക്കാൻ പറ്റൂലല്ലോ, നമുക്ക് കയറ്റയക്കാനും പറ്റില്ല. അത് അമ്പ മാതാവല്ലേ, മാതാവിനെ നമ്മൾ കയറ്റയക്കാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളെ അച്ഛനെ പറ്റി മോശമല്ലേ. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ആ പരിപാടി അതൊന്നും വേണ്ട, നമ്മൾ അങ്ങനത്തെ ദേശീയ മൃഗമാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. പക്ഷേ ഞങ്ങൾ ഇത് കൊണ്ടുപോകണം മുസ്ലിങ്ങൾ അവിടെ പെട്ടി മുസ്ലിങ്ങൾ ഇതിനും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തച്ചങ്ങോട്ട് കൊല്ലും. അപ്പം നമ്മൾ അമ്മയായിട്ടൊക്കെ ചാടി വരും. ഉള്ളത്തെ നമ്മുടെ ആ ഭീകര സ്വത്വം പുറത്തോട്ട് ഇറങ്ങി വന്ന് നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് ഇനി മുതൽ ദേശീയ മൃഗമാക്കണം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിങ്ങളും ഇങ്ങോട്ട് കയറി വരണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് യോഗി ആദിത്യനാഥ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ സ്ഥാനത്ത് ബംഗാളിൽ എന്താ നടക്കുന്നത്? ബംഗാളിൽ പശുമ്പ 14 വയസ്സ് വരെ നമ്മുടെ പശുമ്പ നമ്മുടെ അമ്മ, 14 വയസ്സ് കഴിഞ്ഞാൽ പശുമ്പ നിങ്ങളുടെ ചുക്ക, ബീഫ് ചുക്ക, ചിക്കൻ ചുക്ക എന്നൊക്കെ പറഞ്ഞാൽ ബീഫ് ചുക്ക, ബീഫ് ഒലത്തോ ബീഫ് വരട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ 14 വയസ്സ് കഴിഞ്ഞാൽ വരെ അമ്മയുള്ളൂ. അത് കഴിഞ്ഞാൽ അമ്മ മക്കൾ ബന്ധങ്ങളൊക്കെ അതുപോലെ ഇങ്ങോട്ട് വിട്ടുപോകും. वो हमारी गौ माता हम लोग भगवान मानते हैं और वो गौ माता का एक पर्टिकुलर एज ऑफ 14 और उसके बाद अगर उसको मारना है तो उनका
सर्टिफिकेट लगेगा। അപ്പം യോഗി പറഞ്ഞത് അമ്മയായിട്ട് കാണാൻ അല്ലെങ്കിൽ അമ്മനെ മക്കളായിട്ട് കാണാൻ ഞങ്ങൾക്ക് വലിയ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമില്ല. പക്ഷേ സുവേന്ദു അധികാരി പറയുന്നത് 14 വയസ്സ് വരെ അമ്മ, അത് കഴിഞ്ഞാൽ ചുക്ക. ഇതാണ് സുവേന്ദു അധികാരി പറയുന്നത്. നല്ല കോമഡിയാണ്. ഇവന്മാർ എവിടെ ഭരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ കൊനിഷ്ടും ഉണ്ടാക്കും. ഇത് ചോദ്യം ചെയ്ത ആൾക്കാരെ ഇവന്മാർ അടിച്ചിട്ട് കൊല്ലും ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി തൊട്ടപ്പുറത്ത് അസാമിലോട്ട് പോയി കഴിഞ്ഞാലോ, അതായത് ഏറ്റവും കൂടുതൽ ഈ വർഗീയത ഇപ്പോൾ ചലച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റകൾ എന്ന് പറഞ്ഞാൽ ഈ 3 മുഖ്യമന്ത്രിമാരാണ്. അതിൽ യോഗി, രണ്ടാമത് ഇപ്പോൾ സുവേന്ദു ആണ്, ഇപ്പോൾ മൂന്നാമത്. എന്നാൽ നമ്മുടെ വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ, ഹെമന്ത വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഈ അവിടെയും നല്ലൊരു പെർസെൻറ്റേജ് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വോട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട് പുള്ളിനോട് ചോദിച്ചേ, അല്ല എന്താണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളെ ഉള്ളിലെ അഭിപ്രായം എന്താണ്, ഈ പശുമ്പനെ അമ്മ ആക്കണോ അതോ ചേച്ചി ആക്കണോ അനിയത്തി ആക്കണോ കെട്ടികളാക്കണോ എന്ന് ചോദിച്ചപ്പോൾ മുമ്പിൽ പറഞ്ഞത് പശുമ്പനെ തിന്നണതിന് കുഴപ്പമൊന്നുമില്ല, അമ്മനെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അറുത്ത് തിന്നാം, അമ്മനെ അറുത്ത് തിന്നണോടൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ ആൾക്കാർ ഞങ്ങൾക്ക് വോട്ടൊക്കെ നിങ്ങൾ ചെയ്തു അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇത് നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങൾ തിന്നോ എന്നാണ് പറഞ്ഞത്. असम में हमें गो हत्या को निश्चित करने के लिए कानून लाया थे. आगे जाके हम ये निर्णय किया हूं कि असम में गोमांस कोई भी रेस्टोरेंट और होटल में सर्व नहीं होगा. हमने कंप्लीटली होटल, रेस्टोरेंट और पब्लिक प्लेस में बीफ को हमें कंजम्पशन ऑफ बीफ, मांस को खाना हमने आज से बंद करने का निर्णय लिया. ये अभी हम पूरा स्टेट में एक्सपांड कर दिया हूं कि कोई भी कम्युनिटी प्लेस में, पब्लिक प्लेस में, होटल में, रेस्टोरेंट में आप इसको खा. അപ്പോൾ ഈ 3 ആൾക്കാർ 3 ഐറ്റാ പറഞ്ഞത്. ഒരാൾ 14 വയസ്സ്, ഒരാൾ 1 വയസ്സുമില്ല, ഒരാൾ നിങ്ങൾ ഇടക്കൊക്കെ തിന്നോളാനോ പറഞ്ഞത്. ഇതാണ് BJP നേതാക്കളുടെ ഒരു അവസ്ഥ പശുമ്പൻ്റെ കാര്യത്തിൽ. ഈ നമ്മളെ ഇന്ത്യയിൽ ചർച്ച ചെയ്തൊക്കെ ഉള്ളത്. ലോകത്തിലോട്ട് അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ചൈനയിലോട്ടും മറ്റ് അമേരിക്കയിലോട്ടും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവിടെ AI പറ്റി ചർച്ച ചെയ്യും, അവിടെ പുതിയ ടെക്നോളജി എന്താണെന്ന് ചർച്ച ചെയ്യും, പുതിയ സാങ്കേതിക വിദ്യ എന്താ വെച്ചാൽ അവിടെ വിദ്യാഭ്യാസം എങ്ങനെ കൊണ്ടുപോകാൻ ചർച്ച ചെയ്യും. നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ പശുമ്പനെ എത്ര വയസ്സ് വരെ നമുക്ക് അമ്മയായിട്ട് കാണാം, അത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പീസായിട്ട് ഇറക്കാം, നമുക്ക് ചുക്ക വെക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചർച്ചകൾ. ഏതൊക്കെ അമ്പലത്തിൻ്റെ താഴത്ത് ലിംഗം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആ ലിംഗം പുറത്തെടുത്തിട്ട് നമുക്ക് എന്താ പറയുക ആ ഒരു പള്ളി പൊളിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചർച്ചകളായിട്ടുള്ളത്. വലിയ ഇൻട്രസ്റ്റിംഗ് ചർച്ചകളല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം ടോപ്പിക്സ് വരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ കൺട്രി ഡെവലപ്മെൻറ്റ്, GDP ഡെവലപ്മെൻറ്റ് അറിഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് GDPൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസ്യൂമറിസം ഇന്ത്യയിലാണെന്നുള്ള പറയുന്നത്. ഏറ്റവും വലിയ എന്താ പറയുക വ്യാപാര വ്യവസായ അല്ലെങ്കിൽ കൺസ്യൂമറിസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇതുവരെ 4ാം സ്ഥാനത്തൊക്കെ ഉണ്ട്. ഇനി അത് 5ാം സ്ഥാനത്ത് വന്ന് 6ാം സ്ഥാനത്ത് വന്ന് 7ാം സ്ഥാനത്ത്, അതായത് തായ്വാനും ഉത്തര കൊറിയ വരെ ഇന്ത്യനെ പിന്തള്ളി നമ്മളിപ്പം 7ാം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തി വീണിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളൂ, നമുക്ക് അതിനെപ്പറ്റി വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണ് BJP ഇപ്പം യോഗി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. സാമ്പത്തിക അടിത്തറ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് BJP അല്ലെങ്കിൽ യോഗിയൊക്കെ ഇങ്ങനത്തെ വന്ന് വർത്തമാനങ്ങൾ പറയുന്നത്. അല്ലാണ്ട് പശുമ്പനോണ്ടുള്ള സ്നേഹം പൂത്തോ അല്ലെങ്കിൽ തേച്ചിട്ടൊന്നുമല്ല. അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ സുവേന്ദു അധികാരിയാണെങ്കിലും മറ്റ് BJPയുടെ നേതാക്കളൊക്കെ ആണെങ്കിലും വീട്ടിൽ കുത്തിയിട്ട് നല്ലപോലെ ബീഫ് കയറ്റാറുമുണ്ട്. നല്ല പൊരിച്ചതും അല്ലെങ്കിൽ നല്ല ചൊക്കയും അതുപോലെ തന്നെ മറ്റ് നല്ല കറിയൊക്കെ എടുത്തിട്ട് അടിച്ചു കയറ്റുന്ന വീഡിയോസും ഇതിൻ്റെ ഇടയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതല്ലാണ്ട് ഇവരോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല. এই শুভেন্দু আমার সামনে কুরবানির দিনে 1 বাটি না 2 বাটি না 3 বাটি গরুর গোশত খেয়েছে। 3 বাটি। পশ্চিম মেদিনীপুরে শাহাবুদ্দিনের বাড়িতে, নাম বলে দিচ্ছি। আবার রাতে খাবে বলে আবার টিফিন কেরিয়া করে বয়ে নিয়ে গেছে। আমি নাম বলে দিচ্ছি শুভেন্দু। അതെ, ഇനി മുസ്ലിം ആയിട്ടുള്ള ഞാൻ വന്നിട്ട് നിങ്ങളെ മുമ്പനെ കളിയാക്കി പശുമ്പനെ കളിയാക്കി അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ കളിയാക്കുന്നതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. നമ്മളിത് പറയാനുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള നമ്മുടെ ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ അല്ലേ പുള്ളിയുടെ പേര്, അങ്ങനെയല്ല, ആ പുള്ളി തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അവസ്ഥ, ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പുള്ളി ഈ 3 മുഖ്യമന്ത്രിമാരെ പേരും എടുത്ത് പറഞ്ഞിട്ടാണ് നല്ല രീതിയിൽ നല്ലൊരു കുത്തു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടുക. बंगाल के मुख्यमंत्री ने ऐलान किया है कि 14 साल के बाद गाय नहीं काटी जाएगी, उसमें क्या कहना है? 14 वर्ष की गाय को लेकर। हाँ, मतलब वही हो गया ना कि 14 वर्ष तक वो मां रहेगी, उसके बाद सब्जी बाजी हो जाएगी। ये इनका हिंदुत्व है। इनके हिंदुत्व की कलई बंगाल के मुख्यमंत्री के वक्तव्य से खुल गई है। असम के मुख्यमंत्री ने भी ऐसा ही कहा था। जब उससे आप पत्रकारों ने पूछा कि गाय के मांस खाने वालों का वोट आपको चाहिए, तो बोला क्यों नहीं चाहिए, हम थोड़े मना करता हूँ। तो इनकी कलई खुल रही है परत दर परत।
അതായത് പുള്ളി പറയുന്നത് ബംഗാളിലെ മുഖ്യമന്ത്രി പറഞ്ഞു 14 വയസ്സ് വരെ അമ്മ, അത് കഴിഞ്ഞാൽ പിന്നെ ചുക്ക. അത് ഏത് തരം ഹിന്ദുത്വമാണ് പുള്ളി വെച്ച്. രണ്ടാമതൊരു പുള്ളി വെച്ച് അസം മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, അതായത് പശുവിനെ തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യോഗി പറഞ്ഞത് എന്താണ്, അതായത് പശുമ്പനെ അറക്കുക അല്ലെങ്കിൽ പിടിക്കുകയൊക്കെ ഞങ്ങൾ ചെയ്യും, അതല്ലെങ്കിൽ ദേശീയ മൃഗം ആക്കണ്ട, എന്നാലും ഞങ്ങളെ അമ്മനെ അങ്ങ് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവർ എന്ത് ഹിന്ദുത്വമാണ് സംസാരിക്കുന്ന പുള്ളി വെച്ചാൽ പുള്ളി കറക്റ്റായിട്ട് വെച്ചാൽ പുള്ളിനെ അല്ലെങ്കിലും ഇവന്മാർക്ക് കണ്ടുകൂടാ. കാരണം ഇവന്മാർ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ എന്താ പറയുക ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ പുള്ളി എപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പോൾ പുള്ളി വീണ്ടും ഇതിനെപ്പറ്റി ഇതിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഇപ്പോൾ കണ്ടു. ചുരുക്കി പറഞ്ഞാലേ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്ക്. പശുവിൻ്റെ പേരിലും, അതായത് നിങ്ങളിപ്പം ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ ഇനി പശുവിനെ വാങ്ങിക്കേണ്ട, ഞങ്ങൾക്ക് വേണ്ട, അതല്ലെങ്കിൽ നിങ്ങൾ ഇതാക്കിക്കുമെന്ന് പറഞ്ഞപ്പം സകല, അതായത് വേറെ നാട്ടിൽ പശുവിൻ്റെ പേരിൽ അടിച്ചങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ തൊള്ള തുറക്കാത്ത മുഖ്യമന്ത്രിമാർ വരെ ഇങ്ങനെ വന്ന് സംസാരിക്കണമെങ്കിൽ ഇതുപോലത്തെ മൂവ്മെൻറ്റുകൾ എടുക്കണം. അവന്മാർ ഏതൊക്കെ പേരിലാണോ നിങ്ങൾ അടിക്കാൻ വരുന്നത് അതിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കേണ്ട, ഓക്കെ നിങ്ങൾ ഇനി അങ്ങനെ അതിൽ നിയമങ്ങളാക്കിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൊള്ളു. കാരണം അതേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവന്മാർ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളെയും എന്നെയും സകല ഇന്ത്യക്കാരെയും വിറ്റുകൊണ്ട് ഇവന്മാർ കാശുണ്ടാക്കിയിട്ട് ഇതുപോലെ ഞെളിഞ്ഞ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.